السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ നിയമങ്ങൾ വിധികളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും കാസ്കൃഷ ജീവിക്കണമെന്ന് ആദ്യമായി നോക്കുകയാണ്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഒരുമിച്ച് ചേരുന്ന വിശുദ്ധ ഖുർആൻ പഠന ക്ലാസ് ഒരിക്കൽ കൂടി നാം അതിനുവേണ്ടി ഈ വെള്ളിയാഴ്ച ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. അല്ലാഹുവിൽ നിന്നും സ്വീകരിക്കുമാറാണ്. സൂറത്ത് ഫുസ്സിലത്ത് 41-ാം അധ്യായം ഫുസ്സിലത്തിന്റെ 42 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. മുതൽ 42 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. من آياته أنك ترى الأرض خاشعة فإذا أنزلنا عليها الماء اهتزت وربت إن الذي أحياها لمحيي الموتى إنه على كل شيء قدير. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പെട്ടതാകുന്നു ഭൂമിയെ അടങ്ങിയ അവസ്ഥ, അഥവാ നിർജീവമായ അവസ്ഥയിൽ നീ കാണുന്നതും എന്നിട്ട് അതിൽ നാം മഴ വർഷിച്ചുകൊണ്ട് മഴവെള്ളം ഇറക്കിയാൽ അത് കുതിർന്ന് ഇളകുകയും ചീർക്കുകയും ചെയ്യുന്നു. അഥവാ അതിൽ പിന്നീട് സസ്യങ്ങളും കൃഷികളും മുളച്ച് സജീവമാകും. ആ ഭൂമിയെ നിർജീവാവസ്ഥയിൽ നിന്ന് ജീവിപ്പിച്ച അല്ലാഹുവിന് മരണപ്പെട്ടവരെ ജീവിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. അല്ലാഹു അതിന് കഴിവുള്ളവനാകുന്നു. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. إن الذين يلحدون في آياتنا لا يخفون علينا أفمن يلقى في النار خير أم من يأتي آمنا يوم القيامة يعمل ما شئتم إنه بما تعملون بصير. നമ്മുടെ ആയത്തുകളിൽ വക്രത കാണിക്കുന്നവർ നമുക്ക് കാണാൻ കഴിയാതെ മറഞ്ഞു പോകുന്നവരല്ല. എന്നാൽ നരകത്തിൽ ഇടപെടുന്ന ഒരുവനാണോ ഉത്തമൻ? അതല്ല ഖിയാമത്ത് നാളിൽ നിർഭയനായ അവസ്ഥയിൽ വരുന്നവനാണോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. നിശ്ചയമായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി കണ്ടറിയുന്നവരാകുന്നു. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ എല്ലാ തെളിവുകളും കണ്ടിട്ടു. അത് ശർഈയായ മതപരമായ തെളിവുകളാണെങ്കിലും കൗനിയായ പ്രാപഞ്ചികമായ തെളിവുകളാണെങ്കിലും അവയെ നിഷേധിക്കുകയോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച പോലെ മുൽഹിദീങ്ങളായി പൂർണ്ണമായി നിഷേധികളായി പോയ ആളുകളാണെങ്കിലും ഇനി പൂർണ്ണമായി നിഷേധിക്കാതെ അതിന്റെ ആശയങ്ങൾ നിഷേധിക്കുന്ന ദുർവ്യാഖ്യാനിക്കുന്ന ആളുകളാണെങ്കിലും അവർക്കെല്ലാം വലിയ താക്കീത് ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അല്ലാഹു അവരെ കാണുന്നുണ്ട് എന്നുള്ള താക്കീത്. അതുപോലെ തന്നെ ഖിയാമത്ത് നാളിൽ നരകത്തിൽ എറിയപ്പെടുന്നവരാണെന്നുള്ള താക്കീത്. ഇന്നല്ലദീന കഫറു ബിദ്ദിക്രി ലമ്മാ ജാഅഹും വഇന്നഹു ലകിതാബുൻ അസീസ്. പിന്നെ അല്ലാഹു പറഞ്ഞു, ഈ ഉത്ബോധനമാകുന്ന ഖുർആൻ അള്ളാഹുവിന്റെ സന്ദേശം എത്തിയിട്ട് അതിനെ നിഷേധിച്ച ആളുകൾ അവർ ഏറ്റവും വലിയ നഷ്ടത്തിലും പരാജയത്തിലുമാകുന്നു. ഇന്നഹു ലകിതാബുൻ അസീസ്. ആ വിശുദ്ധ ഖുർആൻ വളരെ പ്രബലമായ ഏറെ പ്രതാപമുള്ള ഒരു കിതാബാകുന്നു. കാരണം ലാ യഅതീഹിൽ ബാതിൽ മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. മുൻഭാഗത്ത് നിന്നോ പിൻഭാഗത്ത് നിന്നോ യാതൊരുവിധ വ്യാജ വാർത്തയും ആ വിശുദ്ധ ഖുർആനിൽ കടന്നു വരികയില്ല. കാരണം തൻസീലും മിൻ ഹകീമിൻ ഹമീദ്, എല്ലാം അറിയുന്ന യുക്തിമാനും സുതിറഹ്നുമായ അള്ളാഹുവിന്റെ കലാമാകുന്നു, അള്ളാഹു ഇറക്കിയ ഗ്രന്ഥമാകുന്നത്.
അതിന്റെ വിശദീകരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആനിന്റെ പ്രാധാന്യം, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കലാം ഏത് മാനദണ്ഡങ്ങൾ വെച്ചിട്ട് അതിനെ പരിശോധിച്ചു നോക്കിയാലും, ഏതൊക്കെ മാനദണ്ഡങ്ങളിലൂടെ അതിനെ നീതിയുക്തമായ എന്തെല്ലാം അളവുകോലുകൾ വെച്ച് പരിശോധിച്ചാലും ആ ഖുർആനിൽ യാതൊരുവിധ വ്യാജ വാർത്തയും യാതൊരുവിധ ഭിന്നിപ്പുകളും കാണാൻ സാധിക്കുകയില്ല എന്നുള്ളത്. മനുഷ്യരുടെ അറിവിന്റെ കുറവ് കൊണ്ടോ അവർ മനസ്സിലാക്കുന്നിടത്തുള്ള വീഴ്ചകൾ കൊണ്ടോ അതിലെ പല യാഥാർത്ഥ്യങ്ങളും അവർക്ക് മനസ്സിലാക്കാതെ പോകുന്നു എന്ന് മാത്രം. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവികമായ പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ, അതിനെ മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടി തങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുന്ന ആളുകൾ, അല്ലാതെ വളരെ പരിമിതമായ തങ്ങളുടെ ബുദ്ധിയെ ദൈവിക പ്രമാണങ്ങളോട് ഈ വൈരുദ്ധ്യാത്മകമായ രൂപത്തിൽ ഏറ്റുമുട്ടിക്കാൻ ശ്രമിക്കാതെ അള്ളാഹു അരുളിയ ഈ പ്രമാണം അള്ളാഹു നൽകിയ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഉൾക്കൊള്ളാനും അവര് കാണുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ എന്നൊക്കെ അള്ളാഹു ചോദിച്ച ആ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ മനസ്സിലാക്കാനും ശ്രമിക്കുന്നവർക്കാണ് അതിൽ പാഠമുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരും വലിയ വലിയ പണ്ഡിതന്മാരും ഒക്കെ അവരുടെ അറിവിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തും തോറും അവരവരുടെ അറിവില്ലായ്മയെ കുറിച്ചും അവരുടെ ലിമിറ്റ്സിനെ കുറിച്ചും ഈ പ്രപഞ്ചത്തിലെ ഇനിയും അറിയാനുള്ള എത്രയോ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള അതിന്റെ പെരുപ്പങ്ങളെ കുറിച്ചുമാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ലഭിച്ച ഇൽമ വളരെ കുറവാണ്, എന്നാൽ വളരെ പരിമിതമായ അറിവുകൾ ആളുകൾ, അല്ലെങ്കിൽ അറിവിന്റെ ബാഹ്യമായ ചില കാര്യങ്ങൾ മാത്രം പഠിച്ച ആളുകളാണ് തങ്ങൾക്ക് എല്ലാം അറിയാമെന്നുള്ള വ്യാജേന ദൈവികമായ പ്രമാണങ്ങളോട് ഇൽഹാദ് നടത്തുന്നവർ, അഥവാ അതിനെ വക്രീകരിക്കാനോ നിഷേധിക്കാനോ ശ്രമിക്കുന്ന ആളുകൾ. അത്തരക്കാർക്കുള്ള വലിയ താക്കീതും, എന്നാൽ ഈ ഖുർആനിനെ അതിൻ്റെതായ രൂപത്തിൽ ഉൾക്കൊള്ളുന്നവർക്കുള്ള സന്തോഷ വാർത്തകളുമാണ് ഈ ആയത്തുകളിലെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് 43-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കാനുള്ളത്. അതെല്ലാവരും ശ്രദ്ധിക്കുക. 41-ാമത്തെ അധ്യായം പുസ്തകത്തിലെ 43-ാമത്തെ അധ്യായം മുതലാണ് നമുക്കിന്ന് പഠിക്കാൻ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما يقال لك إلا ما قد قيل للرسل من قبلك إن ربك لذو مغفرة وذو عقاب أليم. ولو جعلناه قرآنا أعجميا لقالوا لولا فصلت آياته أعجمي وعربي قل هو للذين آمنوا هدى وشفاء والذين لا يؤمنون في آذانهم وقر وهو عليهم عمى أولئك ينادون من مكان بعيد. ولقد آتينا موسى الكتاب فاختلف فيه ولولا كلمة سبقت من ربك لقضي بينهم وإنهم لفي شك منه مريب. من عمل صالحا فلنفسه ومن أساء فعليها وما ربك بظلام للعبيد. لا نرمي أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم.
بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ما يقال لك إلا ما قد قيل للرسل من قبلك. ما يقال لك إلا ما قد قيل للرسل من قبلك. إن ربك لذو مغفرة وذو عقاب أليم. إن ربك لذو مغفرة وذو عقاب أليم. ولو جعلناه قرآنا أعجميا ولو جعلناه قرآنا أعجميا لقالوا لولا فصلت آياته أعجمي وعربي. لقالوا لولا فصلت آياته أعجمي وعربي. അവിടെ അഅജമിയുൻ വഅറബി എന്നാണ് അതിന്റെ പ്രയോഗം. എങ്ങനെയാണ്? അഅജമി. അപ്പൊ ഓതേണ്ട എങ്ങനെയാണ്? അത് രണ്ട് ഹംസ ഒരുമിച്ച് വരുമ്പോ തസ്ഹീലാക്കി ഓതുന്ന സ്ഥലങ്ങളിലാണ് അഅജമിയു അഅജമിയു. അതായത് ഈ അതിന്റെ അർത്ഥം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഖുർആൻ എന്താ മറ്റു ഭാഷയിൽ ഇറക്കിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഇനിയിപ്പോ അള്ളാഹു ഖുർആൻ വേറെ ഭാഷയിൽ ഇറക്കി നോക്കുക. അപ്പൊ അടുത്ത ചോദ്യം എന്തായിരിക്കും? അജമിയും അറബി. അത് ഖുർആൻ അജമിയും പ്രവാചകൻ അറബി എങ്ങനെയാവുന്നത്? അപ്പൊ ചോദ്യങ്ങൾ അവസാനിക്കില്ല, അല്ലെങ്കിൽ മറുചോദ്യങ്ങളും തർക്കങ്ങളും അവസാനിച്ചിട്ട് ഒന്നും ഈ ദുനിയാവിലൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ ഈ കുതർക്കത്തിന്റെ ആളുകളുടെ സ്വഭാവം ശരിക്കണം. അപ്പൊ അതിന്റെ ആശയം മനസ്സിലാക്കുമ്പോൾ കൂടുതൽ അത് മനസ്സിലാവും അല്ലെ. ഖുർആനിൽ ഇപ്പൊ ഇവര് വേറെ എന്തെങ്കിലും ഭാഷയിൽ അള്ളാഹ് ഇറക്കിക്കൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോ അള്ളാഹ് ഇനി വല്ല ഇംഗ്ലീഷിലോ പേർഷ്യൻ ഭാഷയിലോ ഹീബ്രു ഭാഷയിലോ ഖുർആൻ ഇറക്കി വെക്കുക. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട പ്രവാചകൻ അറബിയാണ്. അതിന്റെ പ്രഥമ ശ്രോതാക്കളായ മക്കക്കാരും മറ്റ് അറബികളാണ്. അപ്പൊ അടുത്ത മറുചോദ്യം വരുന്നത് അജമിയും അറബി. ഖുർആൻ അനറബിയും പ്രവാചകൻ അറബിയാണോ? അപ്പൊ അത് ഈ കുതർക്കത്തിന്റെ ആളുകൾക്ക് പിന്നെ എന്താണ്, ഏത് തെളിവുകൾ കൊടുത്താലും അവർക്ക് അതിനൊക്കെ ഒരു മറുചോദ്യമോ മറുവാദങ്ങളോ ഉണ്ടാവും. നമുക്ക് അതിന്റെ വിശദീകരണം മനസ്സിലാക്കുമ്പോൾ പറയാം. അതിന്റെ പ്രയോഗം അജമി. അതിന്റെ അടിസ്ഥാനപരമായ ഭാഷാ പ്രയോഗം ഇങ്ങനെ അജമി. അതായത് അവിടെ ഇസ്തിഫാം, ഹംസത്തുൽ ഇസ്തിഫാം എന്ന് പറയാറുണ്ട്. അഥവാ ചോദ്യം ചെയ്യാനുള്ള ഹംസയാണ്. അജമി എന്നാണ്. അജമി എന്ന് പറയും, അജമി എന്ന് പറയും. അജമിയും അജമിയും. അങ്ങനെയാണോ? അങ്ങനെ ഓതുന്ന ഖിറാഅത്തുകൾ. അപ്പൊ നമ്മള് എങ്ങനെയാണോ അജമിയും രണ്ടാമത്തെ ഹംസ തസ്ഹീലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു അലിഫിന് സുക്കൂൻ ഇട്ടത്. അജമിയും വഅറബി. അജമിയും വഅറബി. لقالوا لولا فصلت آياته أعجمي وعربي. لقالوا لولا فصلت آياته أعجمي وعربي. قل هو للذين آمنوا هدى وشفاء. قل هو للذين آمنوا هدى وشفاء. والذين لا يؤمنون في آذانهم وقر. والذين لا يؤمنون في آذانهم وقر. وهو عليهم عمى. أولئك ينادون من مكان بعيد. ولقد آتينا موسى الكتاب فاختلف فيه.
ولقد آتينا موسى الكتاب فاختلف فيه ولولا كلمة سبقت من ربك لقضي بينهم ولولا كلمة سبقت من ربك لقضي بينهم وإنهم لفي شك منه مريب وإنهم لفي شك منه مريب من عمل صالحا فلنفسه من عمل صالحا فلنفسه ومن أساء فعليها ومن أساء فعليها وما ربك بظلام للعبيد وما ربك بظلام للعبيد മാ യുഖാലു ലക പ്രവാചകരെ നിങ്ങളോട് പറയപ്പെടുന്നില്ല ഇല്ലാ മാ ഖദ് ഖീല ലിറുസുലി മിൻ ഖബ്ലിക് ഇല്ലാ മാ ഖദ് ഖീല മുമ്പ് പറയപ്പെട്ടതല്ലാതെ ലിറുസുലി മിൻ ഖബ്ലിക് താങ്കൾക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരോട് പറയപ്പെട്ടതല്ലാത്ത ഒന്നും താങ്കളോട് പറയപ്പെടുന്നില്ല. അപ്പോൾ ഈ പരിഹാസവും വിമർശനങ്ങളും ഒക്കെ മുമ്പേ ഉള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്ക കാലഘട്ടത്തിൽ പ്രബോധിത സമൂഹത്തിൽ നിന്നും ഏൽക്കുന്ന വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളും, അതിനിടയിൽ അള്ളാഹുവിന്റെ ആശ്വാസവാക്കൾ, അറബിയിൽ തസ്ലിയത്ത് ആശ്വാസവാക്കൾ എന്താണ്? ഈ മാർഗത്തിൽ വരുന്ന ആളുകൾക്കൊക്കെ കേൾക്കേണ്ടി വന്ന വിമർശനങ്ങൾ തന്നെയാണ് താങ്കൾ കേൾക്കുന്നത്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാതയിലുള്ള പ്രബോധന മേഖലയിലുള്ള എല്ലാവർക്കും ആശ്വാസവാക്കൾ. നമ്മൾ ആരും വിചാരിക്കേണ്ടത് സമുദായത്തിലൂടെ നമ്മൾ പോയിട്ട് അള്ളാഹനെ മാത്രം ആരാധിക്കണം, ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹനെ മാത്രം ആരാധിക്കണം, സൃഷ്ടികൾ ആരാധിക്കരുത്, സൃഷ്ടി പൂജ ഒഴിവാക്കണം, അള്ളാഹുവിന്റെ വിധിവിലക്കനുസരിച്ച് ജീവിക്കണം, നന്മ ചെയ്യണം, തിന്മ ഒഴിവാക്കണം എന്നൊക്കെ പറയുമ്പോ എല്ലാവരും നമ്മളെ രണ്ടു കൈ നീട്ടി സ്വീകരിച്ച് ഇങ്ങനെ സ്വാഗതം ചെയ്യുന്ന ആരും വിചാരിക്കേണ്ട. എല്ലാ പ്രവാചകന്മാരും വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു പുത്തരിയല്ല, ഇതൊരു പുതിയ സംഗതിയല്ല. നബിയെ, താങ്കളോട് ഈ പറയപ്പെടുന്ന എല്ലാ വിമർശന വാദമുഖങ്ങളും മുമ്പ് പ്രവാചകന്മാരോട് പറയപ്പെട്ടതാണ്. ഇന്ന റബ്ബക ലദൂ മഗ്ഫിറത്തിൻ വദൂ ഇഖാബിൻ അലീം. ഇന്ന റബ്ബക നിശ്ചയമായ നിന്റെ രക്ഷിതാവ് ലദൂ മഗ്ഫിറത്തിൻ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങേയറ്റം പൊറുക്കുന്നവരാണ്. അല്ലാഹുവിന്റെ വിശാലമായ റഹ്മത്തിന്റെ ആ പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കുക. തന്റെ പ്രവാചകനെ പരിഹസിക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഉടനെ അള്ളാഹു പറഞ്ഞെന്താണ്? ഇന്ന റബ്ബക ലദൂ മഗ്ഫിറത്തിൻ. അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് നഊദുബില്ല അത് പറഞ്ഞ ആളുകളെ ഏറ്റവും അള്ളാഹു കോപിക്കുന്ന വാക്കാണത്. എന്നിട്ട് അള്ളാഹു ചോദിച്ചു, അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂന, അവർക്ക് അള്ളാഹിനോട് തൗബ ചെയ്ത് മടങ്ങിക്കൂടെ? കാരണം മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അള്ളാഹു ഇതൊക്കെ പറയുന്നത്. അല്ല അള്ളാഹ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അള്ളാഹു അങ്ങേയറ്റം ധന്യനും സ്തുത്യർഹനുമാണ്. ലോകത്തിൽ എല്ലാവരും നിഷേധിച്ചാലും അള്ളാഹുവിന്റെ മുൽക്കിലൊന്നും കുറയാൻ പോകുന്നില്ല. എല്ലാവരും മുത്തഖീങ്ങളായാലും അള്ളാഹുവിന്റെ ആധിപത്യത്തിലൊന്നും കൂടാനും പോകുന്നില്ല. റബ്ബുൽ ആലമീൻ അള്ളാഹുവിന്റെ ആ പ്രയോഗം തന്റെ അഷ്റഫുൽ ഖൽഖായ സൃഷ്ടികൾ ഏറ്റവും ഇഷ്ടപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിട്ട് ഉടനെ അള്ളാഹു പറഞ്ഞു, ഇന്ന റബ്ബക ലദൂ മഗ്ഫിറത്തിൻ, നിന്റെ രക്ഷിതാവ് അങ്ങേയറ്റം പൊറുക്കുന്നവരാണ്. പക്ഷെ അവിടെ നിർത്തിയില്ല, വദൂ ഇഖാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ നൽകുന്നവരുമാകുന്നു. അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷയും നൽകുന്നുണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചുള്ള താക്കീതും നൽകുന്നുണ്ട്. ഏതുപോലെ നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എന്റെ അടിമകളോട് പറയുക, ഞാൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാകുന്നു,
അള്ളാഹുവിലേക്ക് മടങ്ങിയവർക്ക് പരിഹാസവും വിമർശനങ്ങളും തെറ്റായ നിലപാടുകളും ഒഴിവാക്കി അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങിയ ആളുകൾ ഈ വിശുദ്ധ ഖുർആനിനെ തുറന്ന മനസ്സോടെ ദൈവികമായ സന്ദേശത്തെ, ദൈവിക ദൂതന്മാരെയൊക്കെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. മുമ്പ് എത്ര തെറ്റുകൾ ചെയ്ത ആളുകളാണെങ്കിൽ, എത്ര വലിയ തിന്മകൾ ചെയ്ത ആളുകൾ, നമുക്കറിയാം എത്രയോ വിമർശകരും ശത്രുക്കളും ഒക്കെ ഈ ദീനിന്റെ വാഹകരും പ്രയോക്താക്കളും അതിന്റെ പ്രബോധകരുമായി മാറിയ ചരിത്രമുള്ള ദീനാണ് ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ചു കളയുമെന്ന് ദൃഢനിശ്ചയം ചെയ്ത പല സഹാബികളും, ഉമർ റളിയല്ലാഹുവിനെ പോലെ, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിനെ പോലെ അങ്ങനെയുള്ള എത്രയോ സഹാബികൾ പിന്നീട് ഈ ദീനിന്റെ സംരക്ഷകരായി മാറി. അപ്പൊ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഏതൊരാൾക്കും പുറത്തു കൊടുക്കും. എന്നാൽ നിഷേധികളും പരിഹാസത്തിന്റെ ആ നിലപാടിൽ മാറ്റമില്ലാത്തവരായി തുടരുന്നവരുമാണെങ്കിലോ അള്ളാഹു അങ്ങേറ്റം ശിക്ഷിക്കാനും ശക്തമായി ശിക്ഷിക്കാനും കഴിവുള്ളവരാകുന്നു. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നത് തശാബഹത് ഖുലൂബുഹും, അവരുടെ മനസ്സുകൾ പരസ്പരം സാമ്യപ്പെട്ടിരിക്കുന്നു. അതിന് കാലാകാലങ്ങളിൽ ദൈവിക ദൃഷ്ടാന്തങ്ങളെയും സത്യമത സന്ദേശത്തെയും ഏകദൈവാരാധനയും ഒക്കെ നിഷേധിച്ച ആളുകൾ അവര് ഒരേപോലെയുള്ള വിമർശനങ്ങളാണ് ആ പ്രവാചകന്മാരെ. അപ്പൊ നിങ്ങള് മനുഷ്യന്മാരല്ലേ, അള്ളാഹ് മലക്കൾ ഇറക്കിക്കൂടായിരുന്നോ, അള്ളാഹ് നേരിട്ടൊരു കിതാബ് ഇറക്കിക്കൂടായിരുന്നോ, നിന്റെ കൂടെ മലക്കുകൾ എന്താണ് കൂടെ വരാത്തത്, ഞങ്ങൾക്ക് എന്താണ് അവരെ കാണാൻ പറ്റാത്തത്, ഇത് വേറെ ഭാഷയിൽ ഇറക്കിക്കൂടായിരുന്നു. അങ്ങനെ പല 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 വിമർശന മുഖങ്ങളും ബാലിശമായ വിമർശനങ്ങളും ഒക്കെ പറയുന്ന ആളുകൾ വിശ്വാസത്തിനൊക്കെ ചില സമയത്തൊക്കെ അതുകൊണ്ട് പ്രയാസം ഉണ്ടാകാറുണ്ടായിരുന്നു. അവിടെ അല്ലാഹു വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ, നബിയേ നമുക്കറിയാം താങ്കൾക്ക് പ്രയാസം, ചില സമയത്തൊക്കെ മനസ്സിന് പ്രയാസം ഉണ്ടാകുന്നുണ്ട്. അവരുടെ വിമർശനങ്ങളും പരിഹാസങ്ങളും കേൾക്കും. കാരണം പരിധി വിട്ട വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് കേൾക്കുന്നത്. 40 വയസ്സ് വരെ അൽ അമീൻ, വിശ്വസ്തൻ എന്ന് വിളിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു കളവും പറയാത്തവനെന്ന് ശത്രുക്കൾ പോലും സാക്ഷ്യം പറഞ്ഞ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദാണ് വിധി പറയുന്നതെങ്കിൽ റദീനാ ബിഹി ഹക്കമൻ, ഞങ്ങൾക്ക് മുഹമ്മദ് പറയുന്ന വിധി തീർച്ചയായും ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറഞ്ഞ ആ സമൂഹം, അവരാണ് ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ നിങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞ ഒരൊറ്റ നിമിഷം മുതൽ തബ്ബൻ ലക ലിഹാദാ ജമഅതനാ, നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു ചേർത്തത്. പിന്നെ മജ്നൂൻ എന്ന് പറഞ്ഞു, ഭ്രാന്തനാണെന്ന് പറഞ്ഞു, മസ്ഹൂറാണ്, മാരണമേറ്റവനാണെന്ന് പറഞ്ഞു, ഷാഹിറാണ്, കവിയാണെന്ന് പറഞ്ഞു, സാഹിറാണ്, മരണക്കാരനാണെന്ന് പറഞ്ഞു, പലതും പലതും അവര് പറഞ്ഞു വരുത്തി. പക്ഷെ അതൊന്നും എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തിന് കുറവ് വന്നിട്ടില്ല. അതിന്റെ ആ സത്യമതത്തെ ഉൾക്കൊള്ളുന്ന ആളുകൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് ചെയ്തത്. പിന്നീട് ആ വിമർശകർ തന്നെ ഭൂരിപക്ഷവും ആ മതത്തെ ഉൾക്കൊള്ളുന്ന ചരിത്രമാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. പക്ഷെ ഏതൊരു മനുഷ്യനെയും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു പ്രയാസം ഉണ്ടായിരുന്നു. അതിന് അള്ളാഹു പറഞ്ഞ പരിഹാരം എന്താണ്? അവരോടൊക്കെ അതേ മതം തിരിച്ചു പറയാനല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ, പ്രവാചകരെ അവരിങ്ങനെ പറയുന്നതൊക്കെ കേട്ട് താങ്കളുടെ മനസ്സിൽ വല്ലാത്ത പ്രയാസം ഉണ്ടാകുന്നത് ചില സമയത്ത് നമുക്കറിയാം. എന്താ പരിഹാരം? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ, തസ്ബീഹ് ചൊല്ലാനാണ് പറഞ്ഞത്, സുജൂദ് ചെയ്യാനാ പറഞ്ഞത്, രാത്രി നമസ്കരിക്കാനാ പറഞ്ഞത്. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വദ്അൻ വഅഖ്വമു ഖീല, വല്ലാത്ത പ്രയാസം തോന്നിയപ്പോ രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കാനാ പറഞ്ഞത്. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വദ്അൻ വഅഖ്വമു ഖീല, താങ്കളുടെ മനസ്സിൽ നല്ല ദൃഢനിശ്ചയം ഉണ്ടാക്കുന്നതും വാക്കുകൾക്ക് നല്ല സ്ഥിരത നൽകുന്നതുമാണ് രാത്രി നമസ്കാരം. പ്രവാചകന്റെ
സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗത്തിലുള്ള പ്രബോധകരും അതിനെയാണ് മാതൃകയാക്കേണ്ടത്. അല്ലാതെ പരിഹാസത്തിനും വിമർശനത്തിനുമെല്ലാം അതേ നാണയത്തിൽ നമ്മൾ തിരിച്ചു പറയാൻ തുടങ്ങിയാൽ പ്രബോധനത്തിന് ഇവരെ സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ സമയം ഉണ്ടാവില്ല. നമുക്ക് ആ പരിഹാസത്തിന് തിരിച്ചു പരിഹസിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ പരിഹാസവും വിമർശനവും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടേയിരിക്കും. അത് കീഴല് റുസ്ലിമിൻ ഖബലി, മുമ്പുള്ള ആളുകളൊന്നും അത്ര മോശക്കാരായിരുന്നില്ല. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, ദൃഢനിശ്ചയമുള്ള പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ താങ്കൾ സുന്ദരമായ ക്ഷമ കൈകൊള്ളുക. ഫസ്ബിർ സബറൻ ജമീല, സുന്ദരമായ ക്ഷമ കൈകൊള്ളുക. അതുപോലെ വഹ്ജുറുഹും ഹജ്റൻ ജമീല, ഇനി ഒഴിവാക്കുകയാണെങ്കിലോ നല്ല നിലക്ക് പറഞ്ഞ് ഒഴിവാകുക. വിശ്വാസികൾക്കും അതിനെയാണ് മാതൃക. ഉലുൽ അസ്ം എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവരിൽ തന്നെ ഏറ്റവും അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പല ജാതി വിമർശനങ്ങളും ഈ പ്രവാചകന്മാരിൽ കേട്ടിട്ടുണ്ട്. ക്ഷമ കൈകൊള്ളാനാ പറഞ്ഞത്, രാത്രി നമസ്കരിക്കാനാ പറഞ്ഞത്, തസ്ബീഹ് അധികരിപ്പിക്കാനാണ് പറഞ്ഞത്. പിന്നെ പരിധി വിടാണെങ്കിലോ എന്താണ് പറഞ്ഞിട്ട് വേഗം ഒഴിവാകുക. ഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. ജാഹിലുകളും അവിവേകികളും സംസാരിക്കാൻ വരുമ്പോ നല്ല വാക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവർ ഒഴിവാക്കും. അതിന് ഉടനെ തന്നെ ചേർത്ത് പറഞ്ഞു, രാത്രി അവർ നമസ്കരിക്കും. മക്ക കാലഘട്ടത്തില് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടായപ്പോ അവിടെ രാത്രി നമസ്കരിക്കാൻ പറഞ്ഞു, തസ്ബീഹ് ചൊല്ലാൻ പറഞ്ഞു. അപ്പൊ ഈ മേഖലയിൽ പ്രബോധന പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആ മേഖലയിലേക്ക് ഒരുപാട് വിമർശനങ്ങൾ വരും. കരിവാരിത്തേക്കാൻ ആളുകളുണ്ടാകും. നമ്മുടെ പോരായ്മകൾ മാത്രം എടുത്തു കാണിച്ച് നമ്മെ അരികെ പറ്റിക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകും. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് മാത്രം പറഞ്ഞുകൊണ്ട് ആ ദൈവികമായ പ്രമാണങ്ങളെയും സത്യസന്ദേശത്തെയും തൗഹീദിനെയും നിരാകരിക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകും. അവിടെ ഒന്നും നമ്മൾ തകർന്നു പോകാൻ, നിരാശരാകാതെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു, വലൗ ജഅൽനാഹു ഖുർആനൻ അഅജമിയ്യൻ. മാത്രമല്ല ഈ 43ാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ ഇന്ന റബ്ബക ലദു മഗ്ഫിറത്തിൻ വദു ഇഖാബിൻ അലീം. അല്ലാഹു പുറത്തു കൊടുക്കാനും കഴിവുള്ളവനാണ്, ശിക്ഷിക്കാനും കഴിവുള്ളവനാണ്. നമ്മളെ കയ്യിലല്ല അത്. ചിലപ്പോ ഇന്ന് വലിയ വിമർശനം നടത്തുന്ന ആളുകളായിരിക്കും നാളെ ഈ ദീനിന്റെ വാഹകരായിട്ടും പ്രബോധകരായിട്ടും മാറുന്നത്. എത്ര സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധുനിക കാലഘട്ടത്തിൽ ഇവിടെ നമ്മൾ നേരെ കണ്ട സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വളരെ മോശമായി കാർട്ടൂൺ ചിത്രം വരച്ച ആൾ. അദ്ദേഹം മദീനയിൽ വന്ന് പൊട്ടിക്കരഞ്ഞ്, ഇനി എന്റെ ജീവിതം മുഴുവൻ ഞാൻ മുഹമ്മദ് എന്ന ഈ ലോക നേതാവിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നത്. അപ്പൊ അങ്ങനത്തെ ആൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. ഇനി ശിക്ഷയാണെങ്കിലോ ഇവിടത്തിന് ശിക്ഷിക്കാൻ അള്ളാഹു ഉറപ്പുന്നിട്ടൊന്നുമില്ല. പൊതുവെ ഇഖാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ വേറെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ നമ്മൾ ഇടപെടണ്ട. അള്ളാഹു നമ്മെ പ്രബോധന പ്രവർത്തനങ്ങൾ ഏൽപ്പിച്ചപ്പോൾ അപ്പോൾ തന്നെ അതിന്റെ ഫലങ്ങൾ കാണിച്ചു തരാമെന്ന് എവിടെയും വാഗ്ദാനം ചെയ്തിട്ടില്ല. റസൂലുള്ളാഹിയുള്ള ഈ വാക്കുകളൊക്കെ നമുക്കും മാതൃകയാണ്. ഒരിക്കലും നിരാശ ബാധിക്കാതെ മുന്നോട്ട് പോകാനും അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനുമുള്ള പ്രേരകമായിരിക്കണം ഈ വാക്കുകൾ. വീണ്ടും അള്ളാഹു പറഞ്ഞു, അവര് വലിയ ഒരു വാദമുഖമായിട്ട് കൊണ്ടുവന്നായിരുന്നു. ഇപ്പോഴും ചില ആൾ ചോദിക്കാറുണ്ട്, എന്താ ഖുർആൻ അറബി തന്നെ ആകാൻ കാരണം? ഇത് ഏതെങ്കിലും ഭാഷയിൽ ഇത് അവതരിപ്പിക്കണ്ടേ? മനുഷ്യന്മാരോട് പറയണമെങ്കിൽ മനുഷ്യർ സംസാരിക്കുന്ന ഏതെങ്കിലും ഭാഷയിൽ ഈ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെടണം. അവന് ഹീബ്രു ഭാഷയാണെങ്കിലും സെമിറ്റിക് ഭാഷകളാണെങ്കിലും അല്ലാത്ത വല്ല പേർഷ്യനോ ഇംഗ്ലീഷോ ഏത് ഭാഷയാണെങ്കിലും അടുത്ത ചോദ്യം എന്താ വരിക? ഇതിപ്പോ ഗ്രന്ഥം അനറബി ഭാഷയിലും പ്രവാചകൻ അറബിയിലും എങ്ങനെയാവാം? അത് പറ്റൂലല്ലോ. ഇനി ഖുർആൻ
അള്ളാഹു അനറബി ഭാഷയിൽ ഇറക്കിയെന്ന് വെക്കാം. അടുത്ത ഭാഗം എന്തായിരിക്കും? ലൗലാ ഫുസ്സിലത്ത് ആയാത്തു, ഈ ആയത്തും ഒന്ന് വിശദീകരിച്ച് തന്നൂടായിരുന്നോ? നമ്മൾക്ക് ഇതെങ്ങനെ മനസ്സിലാകും? ഇതെന്ത് ഭാഷയിലാണ് മുഹമ്മദ് സംസാരിക്കുന്നത്? അഅജമിയും അറബി, ഗ്രന്ഥം അനറബി ഭാഷയിലും പ്രവാചകൻ അറബിയിലുമാണോ? അടുത്ത ചോദ്യം. അപ്പൊ തർക്കങ്ങൾ നടത്താൻ ഒരുങ്ങുന്ന ആളുകൾക്ക് എന്ത് തെളിവ് കാണിച്ചു കൊടുത്താലും അവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. വെറും തർക്കമാണ് ഉദ്ദേശം. അപ്പൊ ഇപ്പോൾ ആ ചോദ്യം ചോദിക്കുന്നത് നമുക്ക് പറയാനുള്ളത് തന്നെ. കാരണം സെമിറ്റിക് ഭാഷകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബലാഗയിലും ഫസാഹയിലും സാഹിത്യത്തിലും ഉത്തുംഗമായ പരിപൂർണത ലഭിച്ച ഭാഷയാണ് അറബി ഭാഷ. നമ്മൾ അറബി ഭാഷയൊക്കെ ഈ ട്രാൻസ്ലേഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. ബൈലിംഗൽ ട്രാൻസ്ലേറ്റർമാരെ ആളുകൾ ചോദിച്ചാൽ അറിയാം, അറബിയിലെ ചില പ്രയോഗങ്ങൾ മറ്റൊരു ഭാഷയിലേക്ക് മാറ്റണമെങ്കിൽ ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. അറബി ഭാഷയുടെ പ്രത്യേകതയാണ് അല്ലെ, വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് വളരെ വിശാലമായ അർത്ഥങ്ങളും ആശയങ്ങളും പ്രതിഫലിപ്പിക്കാൻ സാധിക്കുന്ന ഭാഷയാണ് അറബി ഭാഷ. മാത്രമല്ല അതിന്റെ ആ വശ്യ സൗന്ദര്യം, ആ ഭാഷാ സാഹിത്യ പരമായ അതിന്റെ പരിപൂർണത, അതിന്റെ കലാവൈഭവങ്ങള്, മുമ്പുള്ള മുഅല്ലഖാത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന വലിയ അറബി കാവ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും ലോക സർവകലാശാലകളിലൊക്കെ അറബി പഠിപ്പിക്കാൻ വേണ്ടി ആ കാവ്യശകലങ്ങൾ പഠിപ്പിക്കാറുണ്ട്. അപ്പൊ അന്ന് മുതൽ തന്നെ ഖുർആൻ അവതരിക്കുന്ന ആ സമയത്ത് ഏറ്റവും പൂർണ്ണമായ ഭാഷ അറബി ഭാഷയാണ്. അല്ലാതെ അള്ളാഹ്ക്ക് വേറെ ഭാഷ അറിയിക്കുന്നില്ല. മുമ്പുള്ള പല പ്രവാചകന്മാർക്കും അനറബി ഭാഷയിൽ എത്രയോ ഏടുകളും ഗ്രന്ഥങ്ങളും ഇറക്കിയിട്ടുണ്ടല്ലോ. ഇഞ്ചീലും തൗറാത്തും സബൂറും ഒക്കെ വേറെ ഭാഷകളിലായിരുന്നു. അതുപോലെ സുഹഫ് ഇബ്രാഹിമിനും മൂസാക്കും അലൈഹിസ്സലാം ഇറക്കപ്പെട്ട ഏടുകൾ വേറെ ഭാഷകളിലായിരുന്നു. അള്ളാഹുവിന് ഭാഷ അറിയാത്തൊരു പോരായ്മയില്ല. നേരെ മറിച്ച് ഈ ഖുർആൻ ഇറക്കപ്പെടുന്ന സമയത്ത് ഏറ്റവും പരിപൂർണമായ, ഇന്നും ആ ഭാഷയോട് കിടപിടിക്കുന്ന പ്രയോഗങ്ങൾ വളരെ വിരളമാണ്. അത് ഒരുപാട് വാക്കുകളും ആശയങ്ങളും നമുക്ക് വേണ്ടിവരും. അതിലെ ഒരൊറ്റ സെന്റൻസിന് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ പ്രതിഫലിപ്പിച്ച് പറയണമെങ്കിൽ. അതുകൊണ്ടാണല്ലോ ഖുർആനിന്റെ തർജ്ജമ പറയുമ്പോൾ സാധാരണ ഇവിടുന്ന് മദീനയിലൊക്കെ പ്രിന്റ് ചെയ്യുന്ന ഖുർആൻ പരിഭാഷന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും തർജ്ജമത്തുൽ ഖുർആൻ എന്നല്ല എഴുതാം. എന്താ എഴുതാം? തർജ്ജമത്തു മആനിൽ ഖുർആൻ, ഖുർആന്റെ അർത്ഥത്തിന്റെ പരിഭാഷ. വളരെ കൃത്യമായ പേരാണത്. കാരണം ഖുർആൻ അതേപോലെ തർജ്ജമ ചെയ്യാൻ സാധിക്കൂല. അതുകൊണ്ട് തന്നെ ഓരോ മുഫസ്സിറുകളും വ്യാഖ്യാനിക്കുമ്പോൾ വിശാലമായ അർത്ഥങ്ങൾ വേറെ മനസ്സിലാക്കാൻ സാധിക്കില്ല. തഫ്സീറിന്റെ ലോകത്തേക്ക് നമ്മൾ ഇറങ്ങിച്ചില്ലാണെങ്കിൽ ഒരേ ആയത്തിന് തന്നെ എത്രയോ വിശാലമായ അർത്ഥങ്ങൾ. കാരണം അത് അള്ളാഹിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ കലാമാണ്. അത് നമ്മൾ വേറെ ഭാഷയിലേക്ക് മാറ്റുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ നമുക്ക് അതിന്റെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കാൻ ഒരുപാട് വാക്കുകൾ വേണ്ടി വരും. അറബി ഭാഷയുടെയും ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇനി വാദമുഖത്തിന് വേണ്ടി ഖുർആന്റെ ഒരു ശൈലിയാണ്, അപ്പുറത്തുള്ള ആളെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാതെ അയാളെ വാദം അംഗീകരിക്കും, എന്നിട്ട് അതിന് മറുപടി പറയും. വാദത്തിന് വേണ്ടി നമ്മൾ അംഗീകരിക്കുക. ഖുർആൻ വേറെ ഭാഷയിൽ ഇറക്കി വെക്കാം. അള്ളാഹ്ക്ക് ഒരു പ്രശ്നമില്ല. അള്ളാഹ്ക്ക് ഏത് ഭാഷ അറിയാം, ഏത് ഭാഷ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേറെ ഭാഷ പഠിപ്പിക്കാനോ അള്ളാഹ്ക്ക് വേണമെങ്കിൽ കഴിയും. വേറെ ഭാഷയിൽ ഇറക്കിയാൽ ഈ പേർഷ്യൻ ഭാഷ സംസാരിക്കാൻ വേണ്ടി അവരിലേക്ക് അയച്ച സഹാബിക്ക് വിശ്വാസം പ്രാർത്ഥിച്ചുകൊണ്ട് 15 ദിവസം കൊണ്ട് പേർഷ്യൻ ഭാഷ പഠിച്ച സഹാബികളൊക്കെ ഉണ്ട്. അപ്പൊ അള്ളാഹുവിന് ഒരു ഭാഷ പ്രവാചകനെ പഠിപ്പിക്കുക എന്നുള്ളതോ ആ ഭാഷയിൽ ഈ ഖുർആൻ ഇറക്കുക എന്നുള്ളതോ ഒരു പ്രയാസമുള്ള കാര്യമില്ല. പക്ഷെ അപ്പൊ വേറെ അടുത്ത ചോദ്യം വരും, ലൗലാ ഫുസ്സിലത് ആയാതുഹു, എന്തുകൊണ്ട് ഈ ഖുർആനിന്റെ സൂക്തങ്ങൾ വിശദീകരിക്കപ്പെടുന്നില്ല? രണ്ടാമത്തെ ചോദ്യം വേറെ വരും, അഅജമിയും അറബി, ഖുർആൻ മറ്റൊരു അനറബി ഭാഷയിലും ഈ പ്രവാചകൻ അറബിയുമാണല്ലോ, ഇതെന്ത് കഥ? അപ്പൊ അള്ളാഹു പറയാണ്, ഖുൽ ഹുവ ലില്ലദീന ആമനു ഹുദൻ വശിഫാ. തൽക്കാലം അറബി തന്നെയാണ് അള്ളാഹു ഇറക്കാൻ ഉദ്ദേശിച്ചത്. മാത്രമല്ല ഖുൽ ഹുവ ലില്ലദീന ആമനു, പറയുക പ്രവാചകരെ, സത്യവിശ്വാസികൾക്ക് ഹുദൻ വശിഫാ, സന്മാർഗവും ശമനവുമാകുന്നു ഖുർആൻ.
അതിൽ ഹുദയുണ്ട്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ വിജയം കൈവരിക്കണം, എങ്ങനെ മോക്ഷം കൈവരിക്കണം, എങ്ങനെ ഏറ്റവും നല്ല സമാധാനമുള്ള ജീവിതം നമുക്ക് നേടാൻ സാധിക്കും, ജീവിതത്തിൽ എന്തൊക്കെ ധർമ്മങ്ങളുണ്ട്, എന്തൊക്കെ നന്മകളുണ്ട്, എന്തൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും, എന്തൊക്കെയാണ് പരാജയത്തിന്റെ വഴികൾ, അതിൽ നിന്ന് എങ്ങനെയൊക്കെ നമ്മൾ വിട്ടുനിൽക്കണം, എല്ലാ കാര്യങ്ങളും ഹുദല്ലിന്നാസ്, ജനങ്ങൾക്ക് ഹുദയാണല്ലോ ഉദ്ദേശം. അല്ലാതെ ഭാഷകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് അല്ലേ ഗ്രന്ഥം ഇറങ്ങിയത്. അല്ലെങ്കിൽ ഈ ഭാഷ മറ്റേ ഭാഷയേക്കാൾ നല്ലതാണെന്ന് പറയാൻ വേണ്ടി അവതരിച്ചല്ല ഖുർആൻ. നേരെ മറിച്ച് അന്ന് ഇന്നും സെമിറ്റിക് ഭാഷകളിൽ ഏറ്റവും പൂർണ്ണത ലഭിച്ച പൂർണ്ണ നേടിയ അറബി ഭാഷയിൽ അല്ലാഹു ഖുർആൻ അറബിയ്യം മുബീൻ, വ്യക്തമായ അറബി ഭാഷ അല്ലാഹു ഇറക്കി. അതുകൊണ്ട് തന്നെ മറ്റ് ഭാഷകളിലേക്ക് അതിന്റെ ആശയങ്ങൾ പിന്നീട് അത് വിവർത്തനം ചെയ്യപ്പെടുകയും ലോകത്തുള്ള എല്ലാവർക്കും, ഇന്ന് നമുക്കറിയാം ലോക ഭാഷകളിൽ നൂറുകണക്കിന് ഭാഷകളിലേക്ക്, ഇവിടെ മദീന മലിക് ഫഹദ് പ്രിന്റിംഗ് പ്രസിൽ നിന്ന് തന്നെ ഖുർആനിന്റെ പരിഭാഷകൾ, നേരത്തെ പറഞ്ഞ പോലെ തർജമത്തു മആനിൽ ഖുർആൻ, വലിയ പണ്ഡിതന്മാരുടെയും ഭാഷാ വിദഗ്ധന്മാരുടെയും ബോർഡടങ്ങുന്ന ആ ടീമാണത് പല ഭാഷകളിലേക്ക്, എത്രത്തോളം അന്യഭാഷയിലേക്കും ബ്രെയിൽ ലിപിയിലേക്കും ഒക്കെ അതിന്റെ ആശയങ്ങൾ പകർത്തപ്പെട്ടു. അതുകൊണ്ട് ഖുർആനിൽ അതൊക്കെ ഹുദയാണ് ഉദ്ദേശം. ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദൻ വശിഫാ, വിശ്വാസികൾക്ക് അതിൽ സന്മാർഗമുണ്ട്, ശമനവുമുണ്ട്. ശമനം എന്ന് പറഞ്ഞാൽ പ്രാഥമികമായി ഉദ്ദേശിക്കുന്നത് ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ എന്നാണ്. എന്താണ്? മനസ്സുകളിലുള്ള രോഗങ്ങൾക്ക് അതിൽ ശിഫയുണ്ട്. മനസ്സുകളിൽ ബാധിക്കുന്ന ഏറ്റവും വലിയ രോഗം അത് സംശയത്തിന്റെയും അതുപോലെ തന്നെ ദലാലത്തിന്റെയും രോഗമാണ്. അതിനുള്ള ശമനം എന്ന് പറയുന്നത് അത് യഥാർത്ഥ ഈമാനിന്റെയും ഹിദായത്തിന്റെയും ശമനമാണ്. പിന്നെ ഖുർആൻ കൊണ്ട് എന്താണ് ശാരീരികമായ അസുഖങ്ങൾക്ക് ശിഫയുള്ള ഖുർആനിന്റെ വചനങ്ങൾ ഉണ്ടാകും. പക്ഷേ പ്രാഥമികമായി ഉദ്ദേശിക്കപ്പെടുന്നത് ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ എന്നാണ്. അപ്പൊ യഥാർത്ഥ ഖുർആനിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന വിശ്വാസികൾക്ക് അതിൽ മാർഗദർശനമുണ്ട്, ശമനമുണ്ട്. എന്നാൽ വിശ്വസിക്കാത്ത ആളുകൾക്കാകട്ടെ വല്ലദീന ലാ യുഅ്മിനൂന ഫീ ആദാനിഹിം വഖറുൻ, വിശ്വസിക്കാത്തവരുടെ ചെവികളിൽ ഒരുതരം അടപ്പാകുന്നു, ഒരുതരം കട്ടിയാകുന്നു. ഫീ ആദാനിഹിം വഖറുൻ വഹുവ അലൈഹിം അമാ, അത് അവർക്കൊരു അന്ധതയുമാകുന്നു. ഖുർആനിൽ ഓതി കേൾപ്പിക്കപ്പെടുമ്പോ ഇതൊക്കെ ഇപ്പൊ എന്താണ്? അല്ലാഹ് എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അല്ലാഹ് എന്താ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ? അങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ? വേറെ ഭാഷയിൽ ഇറക്കിക്കൂടായിരുന്നോ? നല്ലൊരു പണക്കാരനായ ഒരാളെ പ്രവാചകനായിട്ട് തെരഞ്ഞെടുത്തുകൂടായിരുന്നോ? തായിഫിലും മക്കയിലും ഒക്കെ വലിയ ധനികന്മാരും പ്രമാണിമാരും ഉണ്ടല്ലോ, അവരെ തെരഞ്ഞെടുത്തുകൂടായിരുന്നോ? എന്തൊക്കെ ബാലിശമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എന്നാൽ അതിന്റെ ഹിദായത്ത് ഉൾക്കൊള്ളുന്ന ആളുകൾക്കാകട്ടെ എല്ലാതരം മനസ്സുകളെ ബാധിക്കുന്ന രോഗങ്ങൾക്കും ശമനവും യഥാർത്ഥ മാർഗദർശനവും ഈ ഖുർആൻ നൽകുന്നു. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലദീ ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ പാതയിലേക്കാകുന്ന ഖുർആൻ നമ്മെ ക്ഷണിക്കുന്നത്. മാത്രമല്ല ഖുർആനിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ആളുകൾക്കാകട്ടെ അള്ളാഹു ഹിദായത്ത് അധികരിപ്പിച്ചു കൊടുക്കുകയും അവരുടെ മനസ്സുകളിൽ അഫമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ്, ഒരുതരം നിർജീവാവസ്ഥയിൽ നിന്ന് അവന് ജീവൻ നൽകുകയും ഒരു ഹിദായത്തിന്റെ പ്രകാശം നൽകുകയും ചെയ്യുകയും ജനങ്ങളിൽ നടക്കുമ്പോൾ ഏതൊരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ പ്രകാശം അള്ളാഹു നൽകുകയും ചെയ്തു, ഖുർആനിലൂടെയുള്ള പ്രകാശം. ആ നിലയ്ക്ക് ഖുർആൻ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് അതിൽ ഹിദായത്തുണ്ട്, ശമനമുണ്ട്. എന്നാൽ വിശ്വാസികളല്ലാത്ത ആളുകൾക്കോ നിഷേധിക്കുന്ന ആളുകൾക്കോ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരുതരം എന്താണ് സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ, അന്ധന്മാർ, ബധിരന്മാർ, മൂകന്മാർ, അവർ സത്യത്തിലേക്ക് മടങ്ങുകയില്ല. വഹുവ അലൈഹിം അമ, അതൊരുതരം അന്ധതയായി മാറുകയാണ് അവർക്ക്. ഉലൈക യുനാദൂന മിൻ മകാനിൻ ബഈദ്, അവരതിവിദൂരമായ ഒരു സ്ഥലത്ത് നിന്ന് വിളിക്കപ്പെടുന്ന പോലെയാണ്. അവരടുത്തുനിന്ന് സംസാരിച്ചാലും അവർക്ക് നേരെ മുന്നിൽ തെളിവ് കിട്ടിയാലും അതെന്തോ അൽ-ബഖറയിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഈ മൃഗങ്ങളെ തെളിക്കുന്ന ആ നിലക്കുള്ള വിളിക്കപ്പെടുന്ന ഒരു വിളിയായിട്ട് അവരിത് കാണുന്നത്.
മാത്രമല്ല അള്ളാഹു ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, യഹ്ദീ ബിഹി കസീറ യുദില്ലു ബിഹി കസീറ വയഹ്ദീ ബിഹി കസീറ വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. ഖുർആൻ കൊണ്ട് ചില ആളുകൾ ദലാലത്തിലാകും, ചില ആളുകൾ ഹിദായത്തിലാകും. ദുർനടപ്പുകാരല്ലാതെ ഖുർആൻ കൊണ്ട് വഴികളിലെത്തുകയില്ല. അപ്പൊ തർക്കിക്കാനും വിമർശിക്കാനും പരിഹസിക്കാനും മാത്രം മുതിരുന്ന ആളുകളാണെങ്കിൽ അത് അവർക്ക് ഹിദായത്ത് ലഭിക്കാൻ ഒരു തടസ്സമായി മാറുന്ന. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അനാവശ്യമായ തർക്കങ്ങളെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. ഒരു ദിവസം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വരുമ്പോൾ ചില സഹാബികൾ കൂടി ഇരുന്നിട്ട് ഖുർആനിലെ ചില ആയത്തുകൾ ഓതിയിട്ട് അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മുഖം ചുവന്നു, ദേഷ്യപ്പെട്ടു. നിങ്ങൾ അവിടെ അവസാനിപ്പിക്കാന്ന് പറഞ്ഞു. ശേഷം പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായക്കാർ ഈ ഒരു സ്വഭാവം കൊണ്ടാണ് നശിച്ചു പോയത്. അള്ളാഹുവിന്റെ കലാം അവതരിപ്പിക്കപ്പെട്ടാൽ അതിന്റെ ഹിദായത്ത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും അത് സ്വീകരിക്കാനുമാണ് നിങ്ങൾ തയ്യാറാകേണ്ടത്. അല്ലാതെ അതിനെ പരസ്പരം ഏറ്റുമുട്ടിക്കാൻ ശ്രമിക്കുകയോ അതിൽ അനാവശ്യമായ തർക്കങ്ങൾ നടത്താൻ ശ്രമിക്കുകയല്ല വേണ്ടത്. അതുകൊണ്ടാണ് മുൻഗാമികളൊക്കെ തർക്കങ്ങളെ വളരെ ഭയപ്പെട്ടിരുന്നു. വളരെ അത്യാവശ്യമായ ഘട്ടങ്ങളിൽ മാത്രമാണ് പ്രബോധനത്തിന്റെ മേഖലയിൽ വാദപ്രതിവാദങ്ങളും ഖണ്ഡനങ്ങളും സ്വീകരിക്കാൻ അനുവാദമുള്ളത്. അഥവാ ജനങ്ങളെ വഴികേടിലാക്കുകയും അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് മറുപടി പറയേണ്ടത് അത്യാവശ്യമായി വരുമ്പോൾ ആ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് അത് തന്നെ വളരെ പരിമിതമായ വളരെ കണിശമായ നിബന്ധനകളോടുകൂടി ആ നിലക്ക് മാത്രമാണ് അവിടെ തർക്കത്തിന് അനുവാദം നൽകിയിട്ടുള്ളത്. അല്ലാത്ത രൂപത്തിലുള്ള അധികരിച്ച തർക്കങ്ങളും മറുചോദ്യങ്ങളും ഒക്കെ ബനൂ ഇസ്രായേലെ നശിച്ചു പോയതുപോലെ നിങ്ങൾ നശിക്കാൻ കാരണമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിരുന്നു. മാത്രമല്ല അത് മനുഷ്യന്റെ മനസ്സിനെ അന്ധമായ അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നാണ്. ഒരുപാട് നമ്മള് തർക്കത്തിന് മാത്രം നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. അവർക്ക് ഹിദായത്ത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വലിയൊരു താർക്കികനായ പണ്ഡിതൻ കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, താങ്കൾ ഇമാം അഹ്മദ് ബിൻ ഹംബലാണോ? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ അഹ്മദ് ബിൻ ഹംബലാണ്. ഞാൻ വളരെയേറെ കേട്ടിട്ടുണ്ട് താങ്കളെ കുറിച്ച്. താങ്കൾ വലിയ ഇമാമാണ്, പണ്ഡിതനാണ്. എനിക്ക് താങ്കളോട് ചില കാര്യങ്ങളിൽ ഒരു സംവാദം നടത്താൻ ആഗ്രഹമുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വാക്കുകളാണ്, ചില വാചകങ്ങളാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് വേണമെങ്കിൽ അതിവിടെ ഇരുന്ന് കേൾക്കാം, അല്ലെങ്കിൽ താങ്കൾക്ക് ഇവിടെ കടന്നു പോകാം. വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കുകൾ താങ്കൾക്ക് കേട്ടു പഠിക്കാം, അല്ലെങ്കിൽ താങ്കൾക്ക് കടന്നു പോകാം. അദ്ദേഹത്തിന് അതിനുള്ള അവസരം കൊടുത്തില്ല. കാരണം അനാവശ്യമായ തർക്കങ്ങളിൽ മുൻഗാമികൾ ഏറെ ജാഗ്രത പാലിച്ചിരുന്നു. അത് മനുഷ്യന്റെ സത്യം ഉൾക്കൊള്ളാനുള്ള ഹിദായത്ത് ഉൾക്കൊള്ളാനുള്ള ആ മനസ്സിന്റെ ആ യോഗ്യത ഇല്ലാതാക്കി കളയും. പിന്നെ അവിടെ എന്റെ വാദം ജയിക്കണം, ഞാൻ പറയുന്നത് മുകളിലായി നിൽക്കണം എന്നുള്ള നഫ്സിന്റെ ആ ഒരു ഇച്ഛയായിരിക്കും മുകളിലേക്ക് വരിക. അതുകൊണ്ടാണ് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഖണ്ഡനങ്ങളും വാദപ്രതിവാദം നടത്തുമ്പോൾ പോലും വളരെ സൂക്ഷിക്കണമെന്ന് മുൻഗാമികൾ താക്കി നൽകിയത്. അവിടെ നമ്മളെ നഫ്സിന്റെ എന്റെ വിജയം എന്നുള്ള ലക്ഷ്യം മാറ്റി വെച്ചുകൊണ്ട് ഹക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞ പോലെ, ഞാൻ ഏതൊരാളോട് വാദപ്രതിവാദം നടത്തുമ്പോഴും ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന സത്യം എന്റെ പ്രതിയോഗി പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലെ? നമ്മളെന്താ ആഗ്രഹിക്കാം? ഓനൊന്ന് ശരിയാക്കണം, പരമാവധി ഓനെ എങ്ങനെ അടിച്ചു തള്ളിയിടാൻ നോക്കും. അതായിരിക്കും നമ്മളെ പലപ്പോഴും ചിന്ത. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയാണ്, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന സത്യം എന്റെ പ്രതിയോഗിയുടെ നാവിൽ നിന്ന് വരണമെന്നാണ്. കാരണം ഉദ്ദേശം ഹക്ക് മനസ്സിലാക്കി കൊടുക്കലാണ്, ഉദ്ദേശം അള്ളാഹുവിന്റെ ദീനെത്തിക്കലാണ്, അല്ലാതെ എന്റെ വാദം ജയിക്കലല്ല. വളരെ ശാഖാപരമായ ഒരു വിഷയത്തിൽ വേറൊരു പണ്ഡിതനുമായി ചർച്ച നടത്തിയിട്ട് ഇറങ്ങുമ്പോൾ ഷാഫി ഇമാം റഹിമഹുല്ലാഹ് പറഞ്ഞു, നഖ്തലിഫ് വനബ്ഖാ ഇഖ്വാൻ. നമ്മൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ സഹോദരന്മാരാണ്.
അഭിപ്രായ വ്യത്യാസം പല കാര്യങ്ങളും ഉണ്ടാവും. അതെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിയിട്ടല്ല ഉഹൂവത്ത് സാഹോദര്യം ഉണ്ടാക്കാൻ സാധിക്കുക. ഇന്നിപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴേക്ക് ആ ആളെ നമ്മൾ ശത്രുവായി കാണുന്ന അവസ്ഥ. കാരണം അധികരിച്ച തർക്കങ്ങളും പ്രതിവാദങ്ങളും അതിലേക്ക് നമ്മൾ അനയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ അതേസമയം സമൂഹത്തെ ശുർക്കിലേക്കും വിദഅത്തിലേക്കും തെറ്റായ അനാചാരങ്ങളിലേക്ക് ഒക്കെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ബലാലത്തിന്റെ ആളുകൾക്ക് മറുപടി പറയൽ അത് പണ്ഡിതന്മാരുടെ ധർമ്മവുമാണ്. അത് മുൻഗാമികൾ ചെയ്തിട്ടുമുണ്ട്. അതിന്റെ നിബന്ധനകളോട് കൂടി ആയിരിക്കണമെന്ന് മാത്രം. അപ്പൊ ഇവരുടെ വാദത്തിന്റെ ആ മുനയൊടിക്കുന്ന മറുപടിയാണ് അല്ലാഹു നൽകിയിട്ടുള്ളത്. എന്താണ്? ഖുർആൻ മറ്റൊരു ഭാഷയിൽ ഇറക്കിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുന്നവരോട് ഇനി വേറെ ഭാഷയിൽ അത് ഇറക്കിയാലും അവിടെ വേറൊരു ചോദ്യം ചോദിക്കാണ്ടാവും. എന്താണ്? ഈ ഖുർആൻ എന്താ നമ്മോട് വിശദീകരിക്കാമായിരുന്നല്ലോ. ഖുർആൻ മറ്റൊരു അനറബി ഭാഷയിലും ആ പ്രവാചക അറബി ഭാഷയിലുമായാൽ എങ്ങനെയെന്ന് മനസ്സിലാവുക? അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന് ഹിദായത്ത് ലഭിക്കുക അതിനെ ഉൾക്കൊള്ളുന്നവർക്കാണ്, അതിൽ വിശ്വസിക്കുന്നവർക്കാണ്. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അലിഫ് ലാം മീം, ആ ഗ്രന്ഥത്തിൽ ഒരു സംശയവുമില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് അതിൽ ഹിദായത്തുണ്ട്. ഒരു സ്ഥലത്ത് ഹുദൽ ലിന്നാസ് എന്ന് പറഞ്ഞു. ജനങ്ങൾക്ക് മൊത്തത്തിൽ ഹിദായത്തിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ്. പക്ഷെ പലപ്പോഴും അതിൽ ഉൾക്കൊള്ളുന്ന ആളുകൾ മുത്തഖീങ്ങളായിരിക്കും. അല്ല എങ്കിൽ അതിനെ ഉൾക്കൊള്ളാനുള്ള പ്രാഥമികമായ രൂപത്തിലുള്ള ഒരു ശ്രമമെങ്കിലും ആ ഭാഗത്തു നിന്നുണ്ടാകുന്നവർക്ക് മാത്രമായിരിക്കും അതിനുള്ള സൗഭാഗ്യം ലഭിക്കുക. അല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മുടെ മാർഗത്തിൽ പരിശ്രമിച്ചവരെ നമ്മുടെ യഥാർത്ഥ ഹിദായത്തിലേക്ക് നാം അള്ളാഹു വഴി നടത്തുമെന്ന് പറഞ്ഞതുപോലെ ഈ നിഷേധികളായ ആളുകൾക്ക് പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, സഅസ്രിഫു അൻ ആയാതിയല്ലദീന യസ്തക്ബിറൂന ഫിൽ അർദ്, ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കുന്ന ആളുകൾ, അവരെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നാം തിരിച്ചുവിടും. എന്നാൽ വിശ്വാസികൾക്ക് അതിൽ ശിഫയുമുണ്ട്. ഇനി 45-ാമത്തെ ആയത്തുള്ള നേരത്തെ പറഞ്ഞ പോലെ മൂസാക്ക് നാം ഒരു ഗ്രന്ഥം നൽകിയിട്ട് അതിൽ ഭിന്ന അഭിപ്രായങ്ങൾ അവർ സ്വീകരിച്ചു. ആരാ ഭിന്ന അഭിപ്രായങ്ങൾ സ്വീകരിച്ചത്? ബനൂ ഇസ്രായേലിയർ. യഹൂദാസം പറഞ്ഞു, ഇയ്യാകും വകസറത്തു സുആൽ വൽഖീല വൽഖാൽ ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും കസറത്തു സുആലിഹിം വഖ്തിലാഫുഹും അലാ അംബിയാഇഹിം. നിങ്ങൾ അധികരിച്ച ചോദ്യങ്ങളെ സൂക്ഷിക്കണം, കേട്ടുകേൾവികളെല്ലാം പ്രചരിപ്പിക്കുന്നതിനെ സൂക്ഷിക്കണം. നിങ്ങളുടെ മുൻഗാമികളെ തകർത്ത് കളഞ്ഞത്, നശിപ്പിച്ചു കളഞ്ഞത് അധികരിച്ച ചോദ്യങ്ങളും. പ്രവാചകന്മാർ ഒരു കാര്യം പറയുമ്പോൾ അതിനൊരു മറുചോദ്യം ചോദിക്കുന്ന സ്വഭാവം ഉള്ള ആ ഒരു സമൂഹമാണ് നശിച്ചു പോയത്. മൂസാക്ക് നാം ഗ്രന്ഥം നൽകി, തൗറാത്ത്, അള്ളാഹുവിന്റെ കലാമാകുന്ന ആ ഗ്രന്ഥം നൽകിയിട്ട് അതിന്റെ സംരക്ഷണം ഏറ്റെടുത്ത ബനൂ ഇസ്രായേലിന്റെ പുരോഹിതന്മാരെ തന്നെ അതിൽ ഭിന്നിച്ചു. അവരുടെ സൗകര്യത്തിന് വേണ്ടി, പൗരോഹിത്യത്തിന് വേണ്ടി, ചർച്ചിന്റെ തീരുമാനങ്ങൾക്ക് വേണ്ടി ഇന്ന് ഹലാലായത് നാളെ ഹറാമാക്കും, ഇന്ന് ഹറാമായത് നാളെ ഹലാലാക്കും. പുരോഹിതൻ എന്താണോ പറയുന്നത് അതായി മാറി അവരുടെ ദീന്. അദീബിന് ഹാത്തിം റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും റബ്ബുകളാക്കി, രക്ഷിതാക്കളായി അവർ സ്വീകരിച്ചു പേച്ചുപോയി എന്ന ആയത്ത് അവതരിപ്പിച്ചപ്പോൾ അദീബിന് ഹാത്തിം ചോദിക്കുന്നുണ്ട്, റസൂൽ ഞങ്ങൾ അവരെ ആരാധിക്കാറില്ലായിരുന്നു, പിന്നെന്താ അള്ളാഹുവിനെ പറയാൻ കാരണം? വിശ്വാസം തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് അവർ അള്ളാഹു ഹലാലാക്കിയത് ഹറാമാക്കുമ്പോൾ നിങ്ങൾ അത് സ്വീകരിക്കുമായിരുന്നു, അള്ളാഹ് ഹറാമാക്കിയത് ഹലാലാക്കുമ്പോൾ നിങ്ങൾ അത് സ്വീകരിക്കുമായിരുന്നു. അത് തന്നെയാണ് അവരെ ആരാധിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബനൂ ഇസ്രായേലിനെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യത്തിൽ അവർ പരാജയപ്പെട്ടു. ആ പുരോഹിതന്മാർ അള്ളാഹുവിന്റെ ദീനിൽ കൈകടത്തൽ നടത്തി
ആ കിതാബിൽ കൈകടത്തുന്നത് നമുക്കറിയാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും കറകളഞ്ഞ തൗഹീദിലേക്കുള്ള പ്രബോധനത്തെ അവർ കൂട്ടിമാറ്റിയിട്ട് സൃഷ്ടിപൂജയിലേക്ക് എത്തിച്ചു. ഇന്ന് ജൂദായിസം നിലനിൽക്കുന്നതും ക്രിസ്ത്യാനിറ്റി നിലനിൽക്കുന്നതും വളരെ വികലമായ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം, വിശുദ്ധ പൗലോസ് എന്നറിയപ്പെടുന്ന സെന്റ് പോൾ, അദ്ദേഹം സാവൂൾ എന്നറിയപ്പെട്ട ഒരു ജൂതനായിരുന്നു. പിന്നീട് അപ്പോസ്തലന്മാരുടെ കൂടെ ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചു എന്ന് വാദിക്കുകയും പ്രവാചകനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൃത്യമായ ഏകദൈവാരാധനയിലേക്ക് ഇസ്രായേലിനെ കേൾക്കുക, നിങ്ങളെയും എന്നെയും സൃഷ്ടിച്ച അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞ ഹിദായത്തിലേക്കും തൗഹീദിലേക്കും ക്ഷണിച്ച അതേ പ്രവാചകന്റെ ആശയത്തിൽ കലർപ്പുകൾ കടത്തുകയും ഒരുപാട് വഴികേടുകളിലേക്ക് ഈസാ നബിയെ തന്നെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക്, ഈസാ നബി ദൈവപുത്രനാണെന്ന് പറയുന്നിടത്തേക്ക്, ഈസാ നബി കുരിശിലാണ് മരിച്ചതെന്ന് പറയുന്നിടത്തേക്ക് പൗലോസ് അവരെത്തിച്ചു. ഇന്ന് വിശുദ്ധ പൗലോസ് എന്ന് വിളിക്കപ്പെടുന്ന പൗലോസിന്റെ ആശയങ്ങളാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പേരിലറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്ലി കിതാബിനോട് ഒരുപാട് കാര്യങ്ങൾ എടുത്ത് ചോദിക്കുന്നുണ്ട്. യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനികും വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്. അഹ്ലി കിതാബേ, വേദക്കാരെ, നിങ്ങൾ മതത്തിന്റെ കാര്യത്തിൽ അതിര് കവിയരുത്. അതിര് കവിഞ്ഞാൽ അനാവശ്യമായ നിങ്ങൾ സംസാരിക്കും, അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയും. മറിയമിന്റെ പുത്രൻ ഈസ, അദ്ദേഹം പ്രവാചകനാണ്. അള്ളാഹു കരീമത്തായിക്കൊണ്ട് കുൻ എന്നുണ്ടാവുക എന്ന കൽപ്പന പ്രകാരം മറിയം വിട്ടുകൊടുത്ത പുത്രനാണ്. മറിയമിന്റെ പുത്രനും അള്ളാഹുവിന്റെ ദൂതനുമാണ്. ഇന്നമല്ലാഹു ഇലാഹും വാഹിദ്, അള്ളാഹു ഏകനായ ഇലാഹു മാത്രമാണ്. നിങ്ങൾ ത്രിത്വം എന്ന് പറയരുത്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ഈ വാദങ്ങൾ അവസാനിപ്പിക്കണം എന്നൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട്. യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ശൈഅൻ വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്. വേദക്കാരെ, നിങ്ങളൊന്ന് വരൂ, നമുക്കൊന്ന് ഇരിക്കാം, ഒന്ന് സംസാരിക്കാം, നമുക്ക് രണ്ടുപേർക്കും ചില കോമൺ ടേംസുകളിലേക്ക്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ചില നിലപാടുകളിലേക്ക് എത്താം. എന്താണ് നിലപാടുകള്? അല്ലാ നഅബുദ ഇല്ലല്ലാഹ്, അള്ളാഹനെ മാത്രം നമ്മൾ ആരാധിക്കണം എന്നുള്ളതാണ്. അല്ലാതെ മതസൗഹാർദ്ദം എന്ന പേരിൽ ആശയങ്ങൾ കലർത്തിക്കൂട്ടുക എന്നുള്ളതല്ല. അല്ലാ നഅബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ശൈഅൻ, അള്ളാഹനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിൽ യാതൊന്നും പങ്കു ചേർക്കാൻ പാടില്ല. വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്, നമ്മളിൽ ചിലരെ റബ്ബുമാരായി സ്വീകരിക്കരുത്. ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം റോമ പേർഷ്യ കൊട്ടാരത്തിൽ ചെന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, നഹ്നു ഖൗമുൻ ഇബ്തഅസനല്ലാഹു ലിനുഖ്രിജ അന്നാസ മിൻ ഇബാദത്തി നാസ് ഇലാ ഇബാദത്തി റബ്ബിൻ നാസ്. വളരെ ലളിതമായ വേഷം ധരിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് വന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില സന്ദേശങ്ങൾ കൈമാറാമെന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ ആ കൊട്ടാരത്തിലുള്ള ആളുകൾക്ക് അത്ഭുതത്തോടെ നബി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു നോക്കുന്നുണ്ട്. ഇത്ര ധൈര്യത്തോടു കൂടി ഒന്ന് സംസാരിക്കുന്ന ആളാരാണ്? അവിടെ തലതാഴ്ത്തി റുക്കൂ ചെയ്തിട്ടാണ് ആര് അഭിവാദ്യം ചെയ്യാറുള്ളത്. എല്ലാവരും തലതാഴ്ത്തിയപ്പോഴും നബി ഇബ്നു ആമിർ തലതാഴ്ത്തിയില്ല. കാരണം ആ അഭിവാദ്യം നമ്മൾ പഠിപ്പിക്കപ്പെട്ടില്ല. അല്ലെ, അസ്സലാമു അലൈക്കും എന്നുള്ള തല ഉയർത്തിക്കൊണ്ടുള്ള അഭിവാദ്യം നമുക്കുള്ളൂ. തലതാഴ്ത്താതെ അവിടെ നിൽക്കുന്ന, അന്തസ്സോടെ നിൽക്കുന്ന നബി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു സമുദായമാണ്, ഞങ്ങൾ അള്ളാഹു അയച്ചിട്ടുള്ളത് ജനങ്ങളെ ആരാധിക്കുന്ന സൃഷ്ടി പൂജകരായ ആളുകളെ റബ്ബായ ലോകരുടെ രക്ഷിതാവായ അള്ളാഹിനെ മാത്രം ആരാധിക്കണം എന്നുള്ളതിലേക്ക് ക്ഷണിക്കാനാണ്. വമിൻ ജൗരിൽ അദിയാൻ ഇലാ അദാലത്തിൽ ഇസ്ലാം, ഒരുപാട് മതങ്ങളുടെ അനീതിയിൽ നിന്ന് ഇസ്ലാമാകുന്ന നീതിയുക്തമായ മതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ. ദുനിയാവിന്റെ കുടിസിൽ നിന്ന് ആഖിറത്തിന്റെ വിശാലമായ വാഗ്ദാനങ്ങളിലേക്ക് ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അന്തസ്സോടു കൂടി എല്ലാ രാജാക്കന്മാരുടെയും കൊട്ടാരത്തിൽ പോയിട്ട് അവർക്ക് അത് പറയാൻ സാധിച്ചത് ഈ ഖുർആൻ നെഞ്ചിലേറ്റിയത് കൊണ്ടാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപുള്ള സമുദായങ്ങളിൽ വന്ന ആളുകൾ
അവർ ആ ഗ്രന്ഥത്തിൽ കൈകടത്തൽ നടത്തിയത് കൊണ്ട് തന്നെ അള്ളാഹു പറയുന്നു, വലൗലാ കലിമത്തുൻ സബഖത് മിർ റബ്ബിക്, നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു വാക്ക് മുൻകടന്നിട്ടില്ലായിരുന്നെങ്കിൽ അഖുദിയ ബൈനഹും, അവരുടെ കാര്യം അപ്പം തന്നെ തീരുമാനമാകുമായിരുന്നു. വഇന്നഹും ലഫീ ശക്കിൻ മിൻഹു മുരീബ്, അവരാകട്ടെ ഖുർആന്റെ കാര്യത്തിൽ വലിയ സംശയത്തിലാണ്. അവർക്ക് അള്ളാഹിന്റെ കലാമാണെന്ന് അറിഞ്ഞാലും അവർ അതിൽ കൈകടത്തൽ നടത്തിയിട്ട് അങ്ങനെ ഭിന്നിപ്പിലേക്ക് പോയ ആളുകൾ ഈ ഖുർആന്റെ കാര്യത്തിൽ സംശയത്തിലാണ്. 46-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടാണ് അല്ലാഹു അവസാനിപ്പിക്കുന്നത്, മൻ അമില സ്വാലിഹൻ ഫലിനഫ്സിഹി വമൻ അസാഅ ഫഅലൈഹാ. ഇസ്ലാമിന്റെ ഈ രംഗത്തൊക്കെയുള്ള കൃത്യമായ നിലപാടാണ്. മൻ അമില സ്വാലിഹൻ ഫലിനഫ്സിഹി, നന്മ ചെയ്താൽ അത് അവനവന് തന്നെയാണ് അതിന്റെ നന്മ. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. ദീനിൽ മതത്തിൽ ബലാത്കാരമില്ല. എന്താണ് സന്മാർഗം, എന്താണ് ദുർമാർഗം കൃത്യമാണ്. വേണ്ടവർക്ക് സ്വീകരിക്കാം, സ്വീകരിച്ചാൽ അവരുടെ നന്മ തന്നെയാണ്. മൻ അമില സ്വാലിഹൻ, നന്മ പ്രവർത്തിച്ചവർക്ക് ഫലിനഫ്സി, അതിന്റെ ഗുണം അവന് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹ്ക്കൊന്നും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്നില്ല, അള്ളാഹ് അത് ഇഷ്ടമാണെന്ന് മാത്രം. വമൻ അസാഅ ഫഅലൈഹാ, ആരെങ്കിലും തിന്മ ചെയ്താൽ അത് അവന്റെ നഫ്സിന് തന്നെയാണ് അതിന്റെ ദോഷം. അതിന്റെ ദോഷം അവന്റെ നഫ്സിന് തന്നെയാണ്. വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്, നിന്റെ രക്ഷിതാവ് ഒരിക്കലും തന്റെ അടിമകളോട് അക്രമം പ്രവർത്തിക്കുന്നവനല്ല. ഒരു ഹദീസ് നമ്മൾ ആവർത്തിച്ച് കേട്ടവരാണ്. യാ ഇബാദി ഇന്നമാ ഹിയ അഅമാലുകും ഉഹ്സിഹാ ലക്കും ഫമൻ വജദ ഖൈറൻ ഫൽയഹ്മദില്ലാ വമൻ വജദ ഗൈറ ദാലിക് ഫലാ യലൂമന്ന ഇല്ലാ നഫ്സ. എന്റെ അടിമകളെ, ഈ പ്രവർത്തനങ്ങൾ അതിന്റെ നന്മ നിങ്ങൾക്കാണ്. നന്മ കണ്ടാൽ അതിന് നിങ്ങൾക്ക് അല്ലാഹുവിനെ സ്തുതിക്കാം, അല്ലാത്തത് കണ്ടാലോ നിങ്ങൾ നിങ്ങളെ തന്നെ പഴിച്ചാലും മതി. അവരോട് അള്ളാഹു ഒരു അതിക്രമം ചെയ്തിട്ടില്ല, അവർ സ്വന്തത്തോടാണ് അതിക്രമം ചെയ്തത്. അള്ളാഹുവിന്റെ ഗ്രന്ഥം ലഭിച്ചിട്ട്, ഏറ്റവും നല്ല ഗ്രന്ഥം ലഭിച്ചിട്ട്, ഏറ്റവും നല്ല പ്രവാചകനെ ലഭിച്ചിട്ട്, ഹിദായത്തിലേക്കുള്ള എല്ലാ വഴികളും ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു തന്നിട്ടും അതിനെ പരിഹസിച്ച് കടന്നു പോകുന്നവർക്ക് അവർ കടന്നു പോകാം. അവർക്കാണ് ഇതിന്റെ ദോഷം. ഇപ്പൊ പല ആളുകളും എന്താണ് എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതിനേക്കാളും വലിയ തീയിൽ വളർന്നത് വെയിലത്ത് വാടൂല എന്ന് പറയാറുണ്ട്. ഈ ഇസ്ലാം ആദ്യകാലം മുതലേ ഈ ജാതി വാദങ്ങളൊക്കെ കണ്ടിട്ട് അതിന് മറുപടി പറഞ്ഞിട്ടും ആ രംഗത്തൊക്കെ പിടിച്ചു നിന്നിട്ടാണ് ഇസ്ലാം ഇതുവരെ എത്തിയത്. അതുകൊണ്ട് അങ്ങനെ പോകുന്നവർക്ക് അവർക്ക് പോയി എന്നല്ലാതെ അന്ത്യനാള് വരെ ഈ ഖുർആനും പ്രവാചക ചര്യയിലൂടെ സംരക്ഷിക്കപ്പെടും. അതിന്റെ അഹ്ലികാര് അള്ളാഹു പറഞ്ഞ പോലെ പോയാൽ അവർക്ക് പോകാം, അള്ളാഹു വേറെ ആളുകൾ കൊണ്ടുവരും. നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഈ ദീനിൽ അള്ളാഹുവിന്റെ കലാമിനെ മനസ്സിലായിക്കൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ മനസ്സിലായിക്കൊണ്ട് അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും ശ്രമിക്കുക എന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാത്ത പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ആളുകളോട് ഖുർആൻ ഈ പറഞ്ഞ രൂപത്തിലുള്ള കൃത്യമായ മറുപടികൾ, അത് നമുക്ക് ബുദ്ധിപരമായ മറുപടികൾ, പ്രാമാണികമായ തെളിവുകൾ എല്ലാം നിരത്തിയിട്ടും ഉൾക്കൊള്ളാൻ സാധിക്കാത്തവരോട് ഇതിനെ നമുക്ക് പറയാനുള്ളത്, മൻ അമില സ്വാലിഹൻ ഫലിനഫ്സി, നന്മ ചെയ്താൽ അവൻ അതിന്റെ ഗുണം അവന് തന്നെയാണ്. വമൻ അസാഅ ഫഅലൈഹാ, തിന്മ ചെയ്താൽ അതിന്റെ ദോഷവും അവന് തന്നെയാണ്. വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്, അല്ലാഹു അടിമകളോട് ഒരു അതിക്രമവും ചെയ്യുകയില്ല. അവസാനം കിതാബ് കയ്യിൽ കിട്ടുമ്പോൾ വനുഖ്രിജുലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. ആ രേഖ കിട്ടുമ്പോൾ അല്ലാഹു പറയുന്നില്ലേ, വളരെ കൃത്യമായ രേഖയിൽ അവിടെ കാണുമ്പോൾ ഇന്ന് നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ മതി. ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ ആളുകൾ ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال أتتك آياتنا فنسيتها وكذلك اليوم تنسى. ഈ ഉത്ബോധത്തിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞ ആളുകൾ അവർക്ക് കുടുസായ ജീവിതം ഉണ്ടാകും. ഖിയാമത്ത് നാളിൽ അല്ലാഹു ഒരു അന്ധരായി കൊണ്ടുവരും.
അയാൾ അവിടെ പറയുന്നുണ്ട്, റബ്ബേ എനിക്ക് കണ്ണു കാണാമായിരുന്നല്ലോ, ഞാൻ എങ്ങനെ അന്ധനായി പോയി. അതിന്റെ മറുപടി എന്റെ ആയത്തിൽ ഓതി കേൾപ്പിക്കപ്പെട്ടപ്പോൾ, എന്റെ തെളിവുകൾ നിന്റെ മുന്നിൽ വന്നപ്പോൾ നീ അതിനെ അവഗണിച്ചു കളഞ്ഞു, അതിനെ പരിഹസിച്ചു. അതിനെ വിമർശിക്കാനും അതിനോട് പുറംതിരിഞ്ഞു നിൽക്കാനും നീ അതിന്റെ കൂടെ അതിനോട് ചേർന്ന് നിൽക്കാതെ അതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാതെ അതിനെ അവഗണിച്ചു. ഇന്ന് ഞാൻ നിന്നെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞ് മാറ്റപ്പെടുമെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. യഥാർത്ഥ ഖുർആനിന്റെ അഹലുകാരായി ജീവിക്കാനും വിശുദ്ധ ഖുർആനിലെ ഹിദായത്തുകൾ അള്ളാഹു ലോകർക്കാകമാനം മാർഗദർശനമായി അവതരിപ്പിച്ചുള്ള ഈ ഗ്രന്ഥം എല്ലാ ചരിത്രത്തിന്റെ ഓരോ നാഴികക്കല്ലുകളിലും വിശുദ്ധ ഖുർആനിന്റെ ഓരോ സത്യങ്ങൾ ലോകത്തിനാകമാനം ശാസ്ത്രീയ സത്യങ്ങളായി കൊണ്ടുവരെ ഒരുപാട് തെളിവുകൾ നമ്മുടെ മുന്നിൽ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് നിഷേധികൾക്ക് പോലും ഉറപ്പിക്കാൻ പറ്റുന്ന തെളിവുകൾ കണ്ടിട്ടും അതിനെ വിമർശിച്ച് മാറി നിൽക്കുന്ന ആളുകൾക്ക് അവർക്കാണ് നഷ്ടം. എന്നാൽ ഈ ഖുർആനിന്റെ യഥാർത്ഥ സന്ദേശമായ തൗഹീദും റിസാലത്തും ആഖിറത്തും ഹിദായത്തും ഉൾപ്പെടുന്ന ആളുകൾക്കാകട്ടെ അതിൽ മനസ്സിലുള്ള എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ട്, ഹിദായത്തുണ്ട്, മാർഗദർശനമുണ്ട്, സമാധാനമുണ്ട്. മനസ്സിന്റെ ആകുലതകൾക്കും വ്യാകുലതകൾക്കും ഡിപ്രഷനും ടെൻഷനും അതിനെല്ലാം ഏറ്റവും വലിയ പരിഹാരം മനസ്സുകൾ ശാന്തി അടയുന്നത് അള്ളാഹിന്റെ ദിക്റിലൂടെയാണ്. ആ നിലക്ക് അള്ളാഹുവിന്റെ സ്മരണയിലൂടെ, ഖുർആനാകുന്ന ദിക്റിലൂടെ അള്ളാഹുവിന്റെ ആ ദിക്റിൽ ആ സ്മരണയിൽ മുഴുകി ശാന്തി കണ്ടെത്തുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരിക്കലും ഈ ഖുർആനെ അവഗണിച്ചുകൊണ്ട് പരാജയപ്പെട്ടു പോകുന്നതിൽ ഉൾപ്പെടാതെ ഖുർആൻ അനുകൂലമായ സാക്ഷി നിൽക്കുന്നവരിൽ, ഖുർആനിന്റെ പ്രയോക്താക്കളിൽ, ഖുർആനിന്റെ അനുയായികളിൽ, അഹ്ലുകാരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന, അതിലൂടെ വിജയം കൈവരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ മാ വഅദ്തനാ അലാ റസൂലിക വലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين. اللهم انصر اخواننا المستضعفين في فلسطين. اللهم انصر اخواننا المستضعفين في فلسطين. اللهم انصر اخواننا المستضعفين في فلسطين. എല്ലാവരും ഫലസ്തീനിലെ ഗസയിലെ നമ്മുടെ സഹോദരങ്ങളെ പ്രാർത്ഥനകളിൽ ഓർമ്മിക്കുക. വളരെ പ്രയാസകരമായ അവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവരുടെ വിശപ്പിനെ അകറ്റുകയും അവിടെ ഭയം മാറ്റി നിർഭയത്വം നൽകുകയും അവിടെ സമാധാനം നൽകുകയും ശത്രുക്കൾ അള്ളാഹു പരാജയപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു വളർന്ന അള്ളാഹു ശുഹദാക്കൾ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും നാളെ പരലോകത്ത് അള്ളാഹു ഉന്നതമായ സ്വർഗീയ സ്ഥാനങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ കൈവിടുകയും അവരോട് പുറംതിരിഞ്ഞു നിൽക്കുകയും ശത്രുക്കളോട് ചേർന്ന് ആ മുസ്ലിമീങ്ങളുടെ യഥാർത്ഥ ഒരൊറ്റ മനസ്സും ഒരൊറ്റ ശരീരവും എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച ആ സ്വഭാവമില്ലാതെ സയനിസ്റ്റ് ആ കുതന്ത്രങ്ങളിൽ പെട്ടുകൊണ്ട് പുറംതിരിഞ്ഞു നിൽക്കുന്നവരിൽ പെടാതെ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് അവരെ പ്രാർത്ഥനകളിൽ ഓർക്കുക. കാരണം നമ്മുടെ സഹോദരങ്ങളാണ് അവർ. പറഞ്ഞു, മുഅ്മിനീങ്ങളുടെ ഉദാഹരണം അത് ഏത് ദേശത്തിലും വർണ്ണത്തിലും വർഗത്തിലും ഏത് ഭാഷ ദേശ വ്യത്യാസങ്ങളുണ്ടെങ്കിലും വിശ്വാസികളുടെ ഉദാഹരണം ഒരൊറ്റ ശരീരം പോലെയാണ്. അതിൽ ഒരു അവയവത്തിന് രോഗം വന്നാൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ ഉറക്കമിളച്ചും പരിപാലിച്ചും അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ ആ ജസദുൽ വാഹിദിന്റെ സ്വഭാവം കാണിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ ഖുദ്സിനെ മോചിപ്പിക്കപ്പെടാനും അവിടെ നമസ്കരിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സയനിസ്റ്റ് ഭീകര രാഷ്ട്രത്തെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.